നാലാമതായി നമ്മൾ പറഞ്ഞു സൗമ്യത ധരിക്കുക. എന്താണ് സൗമ്യത? പ്രതിസന്ധികളുടെ ഇടയിലും ശാന്തനായി നിൽക്കുന്ന, അതായത് മെയിൻറ്റെയിനിങ് പീസ് ആൻഡ് പേഷ്യൻസ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് പ്രൊവോക്കേഷൻ. എല്ലാ തരത്തിലും പ്രകോപിപ്പിക്കപ്പെടുമ്പോഴും കൈവിടാത്ത ശാന്തതയാണ് പ്രിയപ്പെട്ടവരെ സൗമ്യത എന്ന് പറയുന്നത്. എല്ലാ തരത്തിലും നാല് പാടും നിന്നും പ്രകോപനങ്ങളുണ്ട്. അങ്ങനെ ചെയ്യ് ഇങ്ങനെ ചെയ്യ് എന്ന് പറഞ്ഞുള്ള പ്രകോപനങ്ങളുണ്ട്. നീ അത് ചെയ്തു ഇത് ചെയ്തു. ഈശോയ്ക്കെതിരെ ഉണ്ടായിരുന്ന ആരോപണങ്ങൾ, എല്ലാ തരത്തിലുള്ള ആരോപണങ്ങൾ, രാജദ്രോഹ കുറ്റം. ഇവൻ രാജാവിനെതിരെ പറഞ്ഞു, നികുതി കൊടുക്കണ്ട എന്ന് പറഞ്ഞു, രാജദ്രോഹ കുറ്റം, കൊന്നുകളയാം. ഇവൻ ദൈവദൂഷണം പറഞ്ഞു, യഹൂദന്മാരുടെ നിയമം അനുസരിച്ച് കൊന്നുകളയാം. അപ്പോൾ കൊന്നുകളയപ്പെടേണ്ട ക്രിമിനൽ കുറ്റം ചെയ്തിട്ടുള്ള ഒരാളാണ് ഇവനെന്ന് ആരോപണം. ഇവൻ പള്ളി പൊളിക്കുമെന്ന് പറഞ്ഞു എന്ന്, ഇവനാണ് ദൈവം എന്ന് പറഞ്ഞു എന്ന്, ഒക്കെ ദൈവദൂഷണമാണ്. പള്ളിയെ കുറിച്ച് പറഞ്ഞ അവനെ കൊന്നുകളയാം. പള്ളി പൊളിക്കുമെന്ന്, ഞാൻ പള്ളി പൊളിക്കുമെന്ന് ഇവിടെ നിന്ന് ആരെങ്കിലും പറഞ്ഞ നിങ്ങൾ വെറുതെ വിടോ? അങ്ങനെ പറഞ്ഞു എന്ന് ആരോപണം. പ്രിയപ്പെട്ടവരെ, അവൻ സൗമ്യത സൂക്ഷിച്ചു.